നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NTPC കുറിച്ചാണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് NTPCയുടെ എക്സാം ഡേറ്റ് എപ്പോ വരും, എന്ന് വരും. അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നാളായപ്പോ എല്ലാവരും എല്ലാ ചാനൽസിലും ഇങ്ങനെ പറയുന്നുണ്ട് NTPC വരുന്നുണ്ട്, എക്സാം വരുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് അതിന്റെ എക്സാം. അപ്പം കുറെ പേര് പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പിന്നെ കുറച്ച് പേര് എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് നാളായതുകൊണ്ട് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെയാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പൊ എന്ത് കുറച്ച് ബ്രേക്ക് ആയി കാണും. അപ്പോ ബാക്കി ഇനി എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള കുറച്ച് കാര്യം. എക്സാം എപ്പോ വരും എന്ന്, എക്സാം ഡേറ്റ് ഇതുവരെ ഒഫീഷ്യലി വന്നിട്ടില്ല. അപ്പം എപ്പോ വേണോ വരാം. ഇനിയിപ്പോ നമ്മൾ എന്ന് വേണോ പ്രതീക്ഷിക്കാം ഡേറ്റ്. അപ്പൊ എന്ന് വേണമെങ്കിലും ഡേറ്റ് വരാം. അപ്പൊ എന്ത് ചെയ്യാ, നമ്മളൊരു എക്സ്പെക്ടഡ് ഡേറ്റ് പറയുന്നുണ്ട്, എക്സ്പെക്ടഡ് വീക്ക് പറയുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരുവിധം എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് NTPC വരുന്നത് RRB NTPC വരുമ്പോൾ ഗ്രാജുവേറ്റ് ലെവലും വരുന്നുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തവർ എന്തായാലും രണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്, അതായത് RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ, ആ മാസം തന്നെയാണ് നമ്മൾ അത് അയച്ചിട്ടുണ്ടാവും. അപ്പം NTPCക്ക് CBT 1ഉം CBT 2 ഉണ്ട്. അപ്പൊ CBT 1ന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ CBT 1ല് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും വരുന്നുണ്ട്. രണ്ട് ടൈപ്പ്. എല്ലാവരും ഒരു അപ്ലൈ ചെയ്തവർക്കറിയാം ഏതായിരിക്കും അപ്ലൈ ചെയ്ത്. ഒരുവിധം എല്ലാവരും രണ്ടും അപ്ലൈ ചെയ്ത് കാണാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഗ്രാജുവേറ്റ് ലെവൽ പ്രതീക്ഷിക്കാവുന്നത് ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ആണ് കേട്ടോ. ഏപ്രിൽ ലാസ്റ്റ് വീക്ക്. അപ്പം നമ്മുടെ ഡേറ്റ് ഇതുവരെ ഒഫീഷ്യലി വന്നിട്ടില്ലെങ്കിലും എപ്പോ വേണമെങ്കിലും ഡേറ്റ് വരാം. അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും അണ്ടർ ഗ്രാജുവേറ്റിന്റെതും വരുന്നത്. അപ്പം ഏപ്രിൽ മെയ്യിലായിരിക്കും വരുന്നത് അതിന്റെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ എക്സാം. അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മാർച്ചിൽ ഇപ്പൊ നമുക്ക് ALPയുടെ എക്സാം നടക്കുന്നുണ്ട്, അതുപോലെ RPFന്റെ എക്സാം നടക്കുന്നുണ്ട്. അപ്പൊ മാർച്ചിൽ എന്തായാലും ഉണ്ടാവില്ല. പിന്നെ ഏപ്രിൽ 1 നമുക്ക് JEE വരുന്നുണ്ട്, ജൂനിയർ എഞ്ചിനീയറിന്റെ എക്സാം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്ത് വരുന്നത്, ഏപ്രിൽ ലാസ്റ്റ് ആണ് നമ്മുടെ NTPC തുടങ്ങാൻ ചാൻസ് ഉള്ളത്. അപ്പോ അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള RRB ഗ്രൂപ്പ് Dയും വരുന്നുണ്ട് കേട്ടോ. അതെന്തായാലും ഒരു ജൂലൈ ജൂൺ ആ സമയത്തായിരിക്കും നമ്മുടെ RRB ഗ്രൂപ്പ് D വരുന്നത്. എല്ലാം എക്സ്പെക്ടേഷൻ ആണ്. എന്തായാലും വീക്കുകളൊക്കെ കറക്റ്റ് ആയിരിക്കും, ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അപ്പൊ നമ്മുടെ NTPC വരുന്നത് ഏപ്രിൽ ലാസ്റ്റ് വീക്കോട് കൂടിയായിരിക്കും നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒരു മാസത്തോളം എക്സാം ഉണ്ടാവും. ഒരുപാട് CBT 1ന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് അപ്ലൈ ചെയ്തിട്ട് പിന്നീട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല, കുറച്ച് പഠിച്ചിട്ട് ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ള ഡ്രോപ്പ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിത് എന്താണ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുവാണ്, എങ്ങനെ പഠിക്കണം. അപ്പൊ ഇനി നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 40 ഡേയ്സോളം വരുന്നുണ്ട്. ഏപ്രിൽ ലാസ്റ്റ് വീക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 40 ഡേയ്സ് നോക്കാം. അപ്പൊ അങ്ങനെ എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം വേക്കൻസി നമുക്കറിയാം 11,558 വേക്കൻസിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റിലും ഏതൊക്കെയാണ് വരുന്നത്. നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു, ജസ്റ്റ് അപ്ലൈ ചെയ്തു. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ അറിയുന്നവരുണ്ട്, കുറച്ചു പേർക്ക് അറിയാത്തവരുണ്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞു പോകുന്നത്. നമ്മളൊരു സിലബസിന്റെയും ഒരു ഔട്ട്ലൈനും പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കൊമേഴ്സ്യൽ ടിക്കറ്റ് ക്ലർക്ക് വരുന്നുണ്ട്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക്. ഇത്രയുമാണ് UG അണ്ടർ ഗ്രാജുവേറ്റിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ഗ്രാജുവേറ്റിൽ വരുന്നത് എന്ന് വെച്ചാല് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ വരുന്നുണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ വരുന്നുണ്ട്, ഗുഡ്സ് ട്രെയിൻ മാനേജർ വരുന്നുണ്ട്, ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. സ്റ്റേഷൻ മാസ്റ്ററൊക്കെ ഇച്ചിരി ഹൈ പൊസിഷനിലുള്ളതാണെന്ന് നമുക്ക് അറിയാം. അതിന്റെ സാലറിയും അങ്ങനെ തന്നെ കൂടുതലാണ്. നമ്മുടെ ഗ്രൂപ്പ് D വെച്ചിട്ട് നോക്കുമ്പോഴത്തേനും എക്സാം കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, സാധാരണ നമ്മൾ RRB ഗ്രൂപ്പ് D എഴുതുന്നത് പോലെ അത്ര സിമ്പിൾ അല്ല നമ്മുടെ NTPC എഴുതാനായിട്ട്, ഇച്ചിരി ഡിഫിക്കൽട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് എല്ലാ സിലബസും കവർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് POIQ, മോക്ക് ടെസ്റ്റ് POIQയിൽ കൂടെയാണ് നമ്മൾ കൂടുതലായിട്ട് സ്കോർ ചെയ്യേണ്ടതുള്ളത്. ഓക്കെയാണ്. അപ്പൊ ഇതിന് എത്ര എക്സാം ഉണ്ട് എന്ന് നോക്കാം. അപ്പൊ അതായത് സ്റ്റേജസ് ഓഫ് എക്സാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ആയിരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലൈൻ എക്സാം ആണ് കേട്ടോ, കമ്പ്യൂട്ടറൈസ് ആയിട്ടുള്ള ഓൺലൈൻ എക്സാം ആണ്. പിന്നെ CBT 1 ഉണ്ട്. CBT 1 നമ്മുടെ പ്രിലിംസ് പോലെ ആദ്യത്തെ CBT 1, അത് കഴിഞ്ഞിട്ട് ഒരു CBT 2, അത് കഴിഞ്ഞിട്ട് ടയർ 2 ആയിട്ട് അടുത്ത എക്സാം. അതിൽ ക്വാളിഫൈ ആയിരുന്നാൽ CBT 2ലേക്ക് പോകും. പിന്നെ ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു മെഡിക്കൽ ടെസ്റ്റ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ എവിടെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല, ഓരോരുത്തർക്കും ഓരോ സോണിലായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് സൗത്ത് ആണ്ടിൽ ചെന്നൈ ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്. അപ്പൊ കൂടുതൽ പേരും ട്രിവാൻഡ്രം സോൺ ആയിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ വേക്കൻസി പറയുകയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിൽ 3,445, ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിൽ 8,113 പേരുണ്ട്. ടോട്ടല് 11,000 സംതിങ് ഉണ്ട്. അപ്പൊ വേക്കൻസി ഉണ്ട്, പക്ഷെ എന്താണ് മൊത്തത്തില്
ഇന്ത്യ മൊത്തം എഴുതുന്നതാണ് എന്നുള്ള ഒരു ഇത് വേണം. ഒത്തിരി ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. RRB ഗ്രൂപ്പ് ഡി പോലെ അല്ല, ഇച്ചിരി ഡിഫിക്കൽട്ടും ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും എന്തായാലും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ വേക്കൻസിയാണ് ഈ പറയുന്നത്. പിന്നെന്താണ്, ഈ ഓരോന്നിനും നിങ്ങൾ പൊസിഷൻ വെച്ചിട്ടുണ്ടായി, ഹയർ ഓപ്ഷൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കില്ല ഓരോ പൊസിഷൻ ആദ്യം ഏതാണ് വേണ്ടത് എന്നുള്ളത്. അപ്പൊ ഓരോന്നിന്റെയും വേക്കൻസി കൂടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ഇനി അത് മാറ്റാനൊന്നും പറ്റത്തില്ല. എന്നാലും നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിൽ അക്കൗണ്ട്സ് കം ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വരുന്നുണ്ട്. കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്. പിന്നെ എന്താണ്, ഗ്രാജുവേറ്റ് ലെവലിലാണ് ഏറ്റവും കൂടുതൽ 8113 വരുന്നത്. അതിലാണ് ഈ സ്റ്റേഷൻ മാസ്റ്ററും ഈ നമ്മുടെ ഗുഡ്സ് ട്രെയിൻ മാനേജറും ഒക്കെ വരുന്നത്. അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററിന് 994 വേക്കൻസി, മറ്റേ ഗുഡ്സ് ട്രെയിൻ മാനേജറിന് നമുക്ക് 3144 വേക്കൻസി. അപ്പൊ വേക്കൻസി ഒക്കെ ഇത്രയാണ്. അപ്പൊ നിങ്ങൾ ഏതൊക്കെയാണ് ആദ്യം വെച്ചത് എന്ന് എനിക്കറിയില്ല. ഇതുപോലെ അതിന്റെ സെലക്ഷൻ പ്രോസസ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ എന്താണ്, CBT 1 CBT 2 എല്ലാത്തിലും വരുന്നുണ്ട്. ചിലതിൽ എന്താണ്, ഈ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വരുന്നുണ്ട്. അതിലൊരു സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി വരും. ടൈപ്പിസ്റ്റ് എന്നുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ എന്ത് വരുന്നുണ്ട്, ഒരു ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് കൂടി വരുന്നുണ്ട്. അപ്പൊ ഒരു പ്രിലിമിനറി എക്സാം ആദ്യം വരും, അതിനെ CBT 1 എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അത് പാസ്സായവർ എന്ത് ചെയ്യും, CBT 2 പോകും. അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ജസ്റ്റ് എന്താണ്, വെരിഫിക്കേഷൻ ടെസ്റ്റുകളും മെഡിക്കൽ ടെസ്റ്റുകളും സ്കിൽ ടെസ്റ്റും ബാക്കിയുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ സിലബസും കാര്യങ്ങളും നോക്കാം. അപ്പം മാത്തമാറ്റിക്സിനാണെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 30 ആണ്, 30 മാർക്സ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ റീസണിങ് എന്ന് പറയുമ്പോൾ മെന്റൽ എബിലിറ്റി ആണ് വരുന്നത്. റീസണിങ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്നത്. അത് എന്താണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 30 ആണ്, മാർക്ക് 30 ആണ്. ജനറൽ അവയർനെസ് വരുന്നതാണ് 40 മാർക്ക്. ടോട്ടൽ എത്ര മാർക്കാണ്, 100 ക്വസ്റ്റ്യൻ 100 മാർക്കാണ്. 90 മിനിറ്റ് ആണ് വരുന്നത്. 90 മിനിറ്റ് ആണ് വരുന്നത്. അതല്ലെങ്കിൽ 1 അവർ 1.5 മണിക്കൂറാണ് വരുന്നത് കേട്ടോ. 1 അവർ 30 മിനിറ്റ്സ് ആണ് വരുന്നത്. ഇത് CBT 1 ആണ്. ഇനി CBT 2 ടോപ്പിക്കും വ്യത്യാസമില്ല, മാർക്കിലാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. മാത്സ് ആണെങ്കിൽ 35 വരും, റീസണിങ് 35 വരും. ജനറൽ അവയർനെസ് എത്ര, 40 എന്നുള്ളത് 50 ആയിട്ടുണ്ട്. ടോട്ടൽ മാർക്ക് 120 ആവും. 100 ആയിരുന്നു CBT 1. CBT 2 വരുമ്പോൾ 120 ക്വസ്റ്റ്യൻ 120 മാർക്ക് വരും. ടൈം ഒക്കെ കൃത്യമാണ്. ക്വസ്റ്റ്യൻ കൂടിയെങ്കിലും ടൈമിനൊന്നും വ്യത്യാസമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ജനറൽ അവയർനെസ്, മാത്സ് നമുക്കറിയാം, റീസണിങ്ങിൽ നമുക്ക് എന്താണ്, ടോപ്പിക് അറിയാം. ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടി ലെവൽ RRB ഗ്രൂപ്പ് ഡിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പക്ഷെ എന്താണ്, ടോപ്പിക് ഒക്കെ സെയിം ആണ്. അതുപോലെ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാം വരും. എന്താണ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റി, സിവിക്സ്, പിന്നെ ബാക്കിയുള്ള സയൻസ്, ബാക്കി സാധാ കറണ്ട് അഫയേഴ്സ് എല്ലാം വരുന്നതാണ് എന്താ നമ്മുടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. അതെല്ലാം കൂടിയാണ് നമുക്ക് എത്ര, 40 ക്വസ്റ്റ്യൻ 40 മാർക്കിന് ചോദിക്കുന്നത്. ഇവിടെ വരുമ്പോൾ അത് 50 ചോദ്യങ്ങളും 50 മാർക്കുമായി മാറുന്നുണ്ട്. 20 ക്വസ്റ്റ്യൻ കൂടിയെങ്കിലും നമുക്ക് അതിൽ എന്ത് വന്നിട്ടില്ല, ടൈമിന്റെ ഡിഫറൻസ് വന്നിട്ടില്ല. ഓക്കെ, അപ്പം എന്താ ജനറൽ അവയർനെസ് ജസ്റ്റ് പറഞ്ഞു പോകുന്നല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റി, എക്കോണമി എല്ലാം എന്തിലാണ് വരുന്നത്, കറണ്ട് അഫയേഴ്സ് എല്ലാം എന്തിലാണ്, ജനറൽ അവയർനെസ്സിലാണ് വരുന്നത്. അതുപോലെ തന്നെ മാത്സ് ആണെങ്കിൽ നമ്മൾ ടോപ്പിക് ഒക്കെ കൃത്യം നമ്മൾ നേരത്തെ പറയുന്നത് പോലെ, ഗ്രൂപ്പ് ഡിക്കൊക്കെ പറയുന്നത് പോലെ ടോപ്പിക് ഒക്കെ അത് തന്നെയാണ്. വ്യത്യാസം വരുന്നത് എന്താണ്, ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽട്ടി ലെവലിലാണ് വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, റീസണിങ്ങിലും സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഡിഫിക്കൽട്ടി ലെവലാണ് കൂടുന്നത്. ഓക്കെ, പിന്നെ സയൻസ് വരുന്നുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിൽ എൻവയോൺമെന്റ് സ്റ്റഡീസ് ആണ് ജനറൽ സയൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണ്. നമുക്ക് സിലബസ് കൃത്യമായി അറിഞ്ഞിരിക്കണം. നിങ്ങൾ ചിലവര് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യില്ല, പിന്നെ അത് നോക്കില്ല. എക്സാം സമയം ആവുമ്പോൾ മെസ്സേജ് വരുന്നു, ഹാൾ ടിക്കറ്റ്, അങ്ങനെ പോകുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് എന്തായാലും സിലബസ് ഫുള്ള് കവർ ചെയ്യാൻ ഈ 40 ഡേയ്സിനുള്ളിൽ നമുക്ക് പറ്റില്ല. സോ അതുകൊണ്ട് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ POQ ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പം ഒരുവിധം എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരുവിധം ഐഡിയ കാണുമല്ലോ, മാത്സിനെ പറ്റിയും റീസണിങ്ങിനെ പറ്റിയും ജനറൽ അവയർനെസിനെ പറ്റിയും ഒരുവിധം ഐഡിയ കാണുമല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യുക, ഇനി ഒന്നേന്ന് പഠിച്ചു തുടങ്ങാൻ ഇത് പറ്റത്തില്ല. മാത്രമല്ല സിലബസ് ഫുൾ കവർ ചെയ്യാനും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, POQ മാക്സിമം ചെയ്യുക. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ 2019 ലാസ്റ്റ് വിളിച്ചത്. അപ്പൊ 2019 തന്നെ ഒരു 130 സ്ലോട്ടുകളായിട്ടാണ് നടത്തിയിരിക്കുന്നത്. സ്ലോട്ട് മീൻസ് ഇപ്പം ഓരോ എക്സാം ഉണ്ടല്ലോ, സ്റ്റേജുകൾ. ഇപ്പം CBT 1 ആണെങ്കിൽ എന്ത് ചെയ്യും, അതിപ്പം ഇന്ത്യ മൊത്തം നടത്തുന്നതാണല്ലോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ദിവസമായിരിക്കും എക്സാം വരുന്നത്. അപ്പൊ എന്താണ്, ഇപ്പൊ ഇന്ന ദിവസം, ഇപ്പൊ ഞായറാഴ്ച രാവിലെ ഒരു സ്ലോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു സ്ലോട്ട് ഉണ്ടാവും. അപ്പൊ അതുപോലെ എല്ലാം ഒരുപാട് ഞായറാഴ്ചകളും ശനിയാഴ്ചകളും ഒക്കെ ആയിരിക്കും എക്സാം നടത്തുക. അപ്പൊ അത്രയും സ്ലോട്ട് മീൻസ് ഒരു 130
പ്ലസ് സ്ലോട്ടുകൾ എക്സാം നടത്തിയിട്ടുണ്ട്. അത്രയും ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം മാർക്ക് കിട്ടും. പിന്നെ മോക്ക് ടെസ്റ്റ്, ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടൈം മാനേജ് ചെയ്ത് തന്നെ എഴുതുക. കാരണം നമുക്ക് 90 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, CBT എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടൈം അവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, പെട്ടെന്ന് ചെയ്യുക. അത്യാവശ്യം മാത്സും റീസണിങ്ങും ഒക്കെ എഴുതി ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ളതും ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാം, അപ്പൊ നമുക്ക് ഒരുപാട് ടൈം പോവും. ഈ ജനറൽ അവയർനെസ് ഒക്കെ വായിച്ചിരിക്കുമ്പോഴും ഒത്തിരി ടൈം പോകാണ്ട്. അപ്പൊ നമുക്ക് ആദ്യം CBT 1 കോൺസെൻട്രേറ്റ് ചെയ്യാം. അതിന് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടത്, സിലബസ് കൃത്യമായി മനസ്സിലാക്കി വെക്കുകയും മോക്ക് ടെസ്റ്റ് ചെയ്യുകയും പിന്നെ POQ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ 130+ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പൊ ജസ്റ്റ് അത് ചെയ്ത് അങ്ങനെ എഴുതുക. പിന്നെ നമ്മുടെ എക്സാം വരുന്നത് വീണ്ടും പറയാണ്, ഒരു ഏപ്രിൽ മാസത്തോടു കൂടിയായിരിക്കും നമ്മുടെ എന്ത് വരുന്നത് എക്സാം. ഏപ്രിൽ അവസാനത്തോടു കൂടിയായിരിക്കും എക്സാം വരുന്നത്. ഓക്കെയാണ്. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അതിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കയറുമ്പോഴത്തേനും നിങ്ങൾക്ക് NTPC എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കാണാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്ത് പഠിക്കാം. അപ്പം സമയം കുറവാണ്. ഇപ്പൊ ഫുൾ സിലബസ് ഇനി കവർ ചെയ്യാൻ ജോയിൻ ചെയ്യുന്നവർക്ക് പറ്റില്ല. അപ്പൊ കൂടുതൽ നിങ്ങൾ എന്താണ് കയറി കഴിയുവാണെങ്കിൽ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റും POQ മാക്സിമം ചെയ്യുകയാണ് അതിൽ കൂടെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അത് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒത്തിരി മാർക്ക് കിട്ടാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതിന്റെ കട്ട് ഓഫും കാര്യങ്ങളും ഒക്കെ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഡേറ്റ് വരുന്നത് എന്തായിരിക്കും, നമുക്ക് ഏപ്രിൽ ലാസ്റ്റ് വീക്കിനായിരിക്കും എന്ന് എക്സ്പെക്ടഡ് ഡേറ്റ് ആണ്. എന്നാണ് ഡേറ്റ്, ഇപ്പം ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ നമുക്ക് അറിയാൻ പറ്റും എന്നാണെന്ന്. എക്സാം തുടങ്ങുന്നത് ലാസ്റ്റ് വീക്ക് ആയിരിക്കും എന്നേ ഉള്ളൂ. ഓക്കെ ആണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്, RRB NTPC ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.